എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിരവധി സഹപ്രവർത്തകർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസിനെ സംബന്ധിച്ച് സംശയങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്. കഴിവതും എനിക്കറിയാവുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് കേരള ബാങ്ക് പ്രൊമോഷൻ ടെസ്റ്റിന് ഈ KCS ആക്ട് ആൻഡ് റൂൾസ് പഠിച്ചിരിക്കണം. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രൊമോഷൻ ടെസ്റ്റിന് KCS ആക്ട് ആൻഡ് റൂൾസ് പഠിച്ചിരിക്കണം. കൂടാതെ നിരവധി CSEB എക്സാമുകൾക്ക് സഹകരണ മേഖലയിലെ ക്ലർക്ക്, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ പരീക്ഷകൾക്ക് KCS ആക്ട് ആൻഡ് റൂൾസ് പഠിച്ചിരിക്കണം. കൂടാതെ PSC പരീക്ഷകൾക്ക് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, KS കാർഡ് ബാങ്ക്, കേരള ബാങ്ക് തുടങ്ങിയ അതുപോലുള്ള PSC നടത്തുന്ന പരീക്ഷകൾക്കെല്ലാം ഈ KCS ആക്ട് ആൻഡ് റൂൾസ് പഠിച്ചിരിക്കണം. ഇവർക്ക് ഒരു വഴികാട്ടിയായി KCS ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അനൂപ് ദ റാങ്ക് മേക്കർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ എടുക്കുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സ് ലഭിക്കുന്നതിന് അനൂപ് ദ റാങ്ക് മേക്കർ എന്ന എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ആ ടെലഗ്രാം ചാനലിൽ ഞാൻ ഈ നോട്ടുകളൊക്കെ ഇട്ടേക്കാം. നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള KCS ആക്ട് 1969 ഈ ആക്ട് എനാക്ട് ചെയ്യുന്നത് ലെജിസ്ലേച്ചറാണ്. അതായത് നിയമനിർമ്മാണ സഭ ആക്ട് നിർമ്മിക്കുന്നു. ഗവൺമെൻറ് അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്യുന്നു. അതായത് ആക്ട് ലെജിസ്ലേച്ചർ ആണ് തയ്യാറാക്കുന്നത്, റൂൾസ് തയ്യാറാക്കുന്നത് ഗവൺമെൻറ്റാണ്. അതാത് കാലം ഭരിക്കുന്ന അതാത് കാലത്തെ ഗവൺമെൻറ്റാണ് അതുമായി ബന്ധപ്പെട്ട റൂൾസ് ഫ്രെയിം ചെയ്യുന്നത്. അതായത് KCS ആക്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 16 ചാപ്റ്റർ ഉണ്ട്. KCS റൂളിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 15 റൂളുണ്ട്. ഈ ആക്ടിലെ 16 ചാപ്റ്ററുകളെ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആക്ടിലെ 16 ചാപ്റ്ററിൽ എത്ര സെക്ഷൻ ഉണ്ട്? 110 സെക്ഷൻ ഉണ്ട്. ആക്ടിലെ 16 ചാപ്റ്ററിൽ 110 സെക്ഷൻ ഉണ്ട്. റൂളിലെ 201 റൂളുകളുണ്ട്. റൂളിലെ 15 ചാപ്റ്ററുകൾക്ക് അകത്ത് 201 റൂളുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിനും ഓരോ ഹെഡിങ് ഉണ്ട്, പേരുണ്ട്. അതൊന്നും സാധാരണഗതിയിൽ ഏതെങ്കിലും ചില ചാപ്റ്ററുകളുടെയൊക്കെ ഹെഡിങ് പ്രധാനപ്പെട്ട മാത്രമേ ഇതുവരെ പല പരീക്ഷയ്ക്കും ചോദിച്ചു കാണാറുള്ളൂ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ സെക്ഷൻ്റെ എല്ലാം പ്രധാനമായിട്ടും പ്രൊമോഷൻ ടെസ്റ്റ് എഴുതുന്ന ആൾക്കാരായാലും ഈ സഹകരണ മേഖലയിലെ ടെസ്റ്റുകൾ എഴുതുന്ന ആൾക്കാരായാലും ഈ 110 സെക്ഷൻ്റെ ഹെഡിങ് പഠിച്ചിരിക്കണം. കൂടാതെ 201 റൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളുകളും പഠിച്ചിരിക്കണം. അതിൻ്റെ ഹെഡിങ് പഠിച്ചിരിക്കണം. ഹെഡിങ് പരീക്ഷ ചോദിക്കും. കൂടാതെ അതിനകത്തുള്ള മറ്റ് കാര്യങ്ങൾ എന്താണ് അകത്തുള്ള കാര്യങ്ങൾ ചോദിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഈ KCS ആക്ട് 1969 നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 21 KCS ആക്ട് 1969 നമ്പർ എത്രാം നമ്പറാണെന്ന് ചോദിച്ചാൽ 21 ആക്ടിൻ്റെ നമ്പർ 21. അപ്പോൾ ആക്ട് എനാക്ട് ചെയ്യുന്ന ലെജിസ്ലേച്ചറാണ്, റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. KCS ആക്ടിൽ 16 ചാപ്റ്ററിലായിട്ട് 110 സെക്ഷനുണ്ട്. KCS റൂളിൽ 15 ചാപ്റ്ററുകളായിട്ട് 201 റൂളുകളുണ്ട്. ആക്ടിൻ്റെ നമ്പർ KCS ആക്ടിൻ്റെ നമ്പർ 21. ഈ ആക്ട് കഴിഞ്ഞതിന് ശേഷം 110 ആക്ടിൽ 110 സെക്ഷൻ ഉണ്ടെന്ന് പറയും. 110 സെക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അതിനുശേഷം 3 ഷെഡ്യൂളുകളുണ്ട്. 3 ഷെഡ്യൂളുകളിൽ ഉണ്ട്. നിങ്ങളിങ്ങനെ വിചാരിക്കുക, ആക്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആക്ട് കഴിഞ്ഞിട്ടാണ്, അല്ലെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് കഴിഞ്ഞിട്ടാണ് ഈ ഷെഡ്യൂള് വരുന്നത്. അപ്പം ഷെഡ്യൂൾ 3 ഉണ്ട്. ഷെഡ്യൂൾ 1, 2, 3. അപ്പോൾ എന്താണ് ഷെഡ്യൂൾ 1? ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ
ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് വിച്ച് അപ്പോയിൻറ്റ്സ് ആർ ഡൺ ബൈ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതായത് ഈ ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ നേരത്തെ ആ അപ്പെക്സ് സൊസൈറ്റികളും സെൻട്രൽ സൊസൈറ്റികളും ഉൾപ്പെടുന്ന ലിസ്റ്റ് ആയിരുന്നു ഈ ഷെഡ്യൂള്. ഇപ്പോൾ നിലവിൽ അപ്പെക്സ് സൊസൈറ്റികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ്. സെൻട്രലിൽ നിന്നില്ല, സെൻട്രൽ നേരത്തെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ നിലവിലില്ല എന്ന് മനസ്സിലാക്കുക. ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ്, ഷെഡ്യൂൾ 1 എന്താണ്? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ്. ആ അപ്പെക്സ് സൊസൈറ്റികളുടെ ഒരു ലിസ്റ്റാണ് ഷെഡ്യൂൾ 1 എന്ന് പറയാൻ. ആ ഷെഡ്യൂൾ 1 അപ്പെക്സ് സൊസൈറ്റികളിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അത് ഈ ആക്ടിന്റെ സെക്ഷൻ 80 സബ്സെക്ഷൻ 3A പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഷെഡ്യൂൾ 1 ഉൾപ്പെട്ട അപ്പെക്സ് സംഘങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് PSC ആണ് എന്ന് സെക്ഷൻ 80 സബ്സെക്ഷൻ 3A പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ 1 എന്താണ്? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ്. ആ അപ്പെക്സ് സൊസൈറ്റീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ്? സെക്ഷൻ 83A പ്രകാരം ആരാണ് നടത്തുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷൻ, PSC ആണ്, കേരള PSC ആണ്. അടുത്തത് ഷെഡ്യൂൾ 2. എന്താണ് ഷെഡ്യൂൾ 2? ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നിങ്ങൾക്കറിയാം 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്ന ഷെഡ്യൂള്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് പറയുന്ന ഷെഡ്യൂൾ 2 ആണ്. 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണ്? ഏറ്റവും അവസാനത്തെ 7ാമത്തെ ഏതാണ്? 2ാമത്തെ ഏതാണ്? 3ാമത്തെ ഏതാണ്? ഇങ്ങനെയുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഇനി ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ, ഡെഫിനിഷനിലെ സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ 2ECC ആണ്. സെക്ഷൻ 2 സെക്ഷൻ 2 സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷനാണ്. KCS ആക്ടിൽ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ എന്ന് പറയുന്ന സെക്ഷൻ 2 2ECCC സെക്ഷൻ 2ECCC എന്ത് പറയുന്നു? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്നു. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് സെക്ഷൻ 2ECCCയുടെ അർത്ഥം, അതിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ. ഷെഡ്യൂൾ 2 എന്ത് പറയുന്നു? ഏതൊക്കെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് എവിടെ പറയുന്നു? ഷെഡ്യൂൾ 2 പറയുന്നു. ഓക്കെ, അതായത് സെക്ഷൻ 2 ഡെഫിനിഷൻ 2 പരാമർശിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്ന് ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നു. അടുത്ത ഷെഡ്യൂൾ 3 ടൈം ലിമിറ്റ് ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ട്. ഈ മോണിറ്ററി ഡിസ്പ്യൂട്ട്, പണസംബന്ധമായ തർക്കങ്ങൾ, അത് ഫയൽ ചെയ്യേണ്ട ടൈം ലിമിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഷെഡ്യൂൾ 3 പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾ 3 ടൈം ലിമിറ്റ് ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ട്, സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ, പണസംബന്ധമായ തർക്കങ്ങൾ ആർക്ക് ഫയൽ ചെയ്യണം, അത് പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ 3 അതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3 വർഷം. ഒരു തർക്കം ഉടലെടുത്ത്, പണസംബന്ധമായ തർക്കം ഉടലെടുത്ത് 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണമെന്നാണ്. അപ്പോൾ പണസംബന്ധമായ തർക്കം, മോണിറ്ററി, ഇതിലൊരു കാര്യം മനസ്സിലാക്കാം. മോണിറ്ററി തർക്കം പണസംബന്ധമായ തർക്കമാണെങ്കിൽ ആർക്ക് റെഫർ ചെയ്യണം? രജിസ്ട്രാർക്ക് റെഫർ ചെയ്യണം. രജിസ്ട്രാർക്ക് കൊടുക്കണം, രജിസ്ട്രാർക്ക് റെഫർ ചെയ്യണം, അല്ലെ രജിസ്ട്രാറെ അറിയിക്കണം, അല്ലെ രജിസ്ട്രാർക്ക് കൊടുക്കണം. എന്നാൽ പണസംബന്ധമല്ല, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്, പണസംബന്ധമല്ലാത്ത, ഉദാഹരണം പറഞ്ഞാൽ പ്രൊമോഷന്, സീനിയോറിറ്റി, ഇലക്ഷന്, അതൊക്കെ വേണമെന്ന് വാചകം പഠിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. താഴെ പറയുന്നതിൽ പണസംബന്ധമല്ലാത്ത തർക്കമേത്? പ്രൊമോഷന്, ഇലക്ഷന്, സീനിയോറിറ്റി തുടങ്ങിയ പണസംബന്ധമല്ലാത്ത തർക്കങ്ങൾ എവിടെ ഫയൽ ചെയ്യണം? CAC എന്ന് പറയും, കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ ഫയൽ ചെയ്യണം. അപ്പോൾ അതായത് പണസംബന്ധമായ തർക്കമാണെങ്കിൽ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം, പണസംബന്ധമല്ലാത്ത തർക്കമാണെങ്കിൽ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ ഫയൽ ചെയ്യണം. ഇനി പണസംബന്ധമായ തർക്കങ്ങളുടെ
മോണിറ്ററി തർക്കങ്ങളുടെ ലിമിറ്റേഷൻ പീരീഡ് പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ 3-ലാണ്. ഷെഡ്യൂൾ 3-ലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. ഒരു പണസംബന്ധമായ തർക്കം ഉടലെടുത്ത് 3 വർഷത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ, ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ആക്ടിന് ശേഷം വരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആക്ടിലെ സെഷൻസ് കഴിഞ്ഞതിന് ശേഷം എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി. ഷെഡ്യൂൾ 1 എന്താണ്? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ആണ്. ഷെഡ്യൂൾ 2 എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഷെഡ്യൂൾ 3 എന്താണ്? ടൈം ലിമിറ്റ് ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നതാണ്. ഇനി ശ്രദ്ധിച്ചേ. ഇനി അടുത്തത്, ഈ KCS ആക്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെ സെക്ഷൻസ് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ വന്നതുപോലെ KCS റൂൾ കഴിഞ്ഞിട്ട്, KCS റൂൾ 201 എണ്ണം ഉണ്ട്. ആ 201 എണ്ണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പൻഡിക്സ് വരും. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ KCS ആക്ട് എന്ന് പറഞ്ഞ ഒരു ബുക്കാണെന്ന് വിചാരിക്കുക. KCS ആക്ടിൻ്റെ ആദ്യം എന്താ എഴുതി വെച്ചിരിക്കുന്നു? അതിൽ ആക്ടിൽ എത്ര സെക്ഷൻ ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സെക്ഷനിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷെഡ്യൂൾ വന്നു. ഷെഡ്യൂളിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം വന്നിരിക്കുന്നതാണ് KCS റൂള് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ KCS റൂള് 201 എഴുതി വെച്ചു. അതിനുശേഷം എന്ത് വന്നിരിക്കുന്നു? അതിനുശേഷം KCS റൂൾ ഇങ്ങനെ മനസ്സിലാക്കാം. KCS റൂൾ 201 ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അപ്പൻഡിക്സിൽ കൊടുത്തു എന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ് വന്നേക്കുന്നുണ്ട്, അങ്ങനെ വേണം വിചാരിച്ചു. അപ്പോൾ അപ്പൻഡിക്സ് ഉണ്ട്. അപ്പൻഡിക്സ് 3 ഉണ്ട്. ഷെഡ്യൂൾ 3 ഉണ്ട്, അപ്പൻഡിക്സ് 3 ഉണ്ട്. എന്താണ് അപ്പൻഡിക്സ് 1? അപ്പൻഡിക്സ് 1 എന്താണ്? രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകളാണ് അപ്പൻഡിക്സ് 1. കോഓപ്പറേറ്റീവ് യൂണിയനും അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകളെ പറ്റി പറയുന്നതാണ് അപ്പൻഡിക്സ് 1 എന്ന് പറഞ്ഞാൽ. അപ്പൻഡിക്സ് 2 എന്താണ്? ഫോംസ് ബൈ രജിസ്ട്രാർ പുറത്തിറക്കുന്ന ഫോമുകൾ. അത് 39 ഫോമുകളുണ്ട്. മൊത്തം 39 ഫോമുകളുണ്ട്. അതായത് രജിസ്ട്രാർ ഫോമുകൾ, അതായത് നിങ്ങളിപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്പർ 1 കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ പഠിക്കും. അപ്പോൾ അങ്ങനെയുള്ള 1 മുതൽ 39 വരെയുള്ള ഫോമുകൾ പുറത്തിറക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ ഫോംസ് ബൈ രജിസ്ട്രാർ പുറത്തിറക്കുന്ന ഫോമുകൾ, അങ്ങനെ ഓരോ ഫോമുകളും ഉണ്ട്. അത് ചിലത് നമ്മൾ ആപ്ലിക്കേഷന് കൊടുക്കാൻ നേരത്ത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ചിലത് നമ്മൾ ബുക്ക് രൂപത്തിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഫോമുകളെ പറ്റി പറയുന്നതാണ് അപ്പൻഡിക്സ് 2. അടുത്തത് എന്താണ്? അപ്പൻഡിക്സ് 3 എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ ആണ് അപ്പൻഡിക്സ് 3 എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റികളെ പല ക്ലാസ്സുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ ക്ലാസ്സുകൾ, പല ക്ലാസ്സുകളായിട്ട്. ഉദാഹരണം പറയാം, PSCസിൻ്റെ കാര്യം ഞാൻ പറയാം. PSCസിനെ ഇപ്പോൾ മൊത്തം 9 ക്ലാസ് ഉണ്ട്. അതിൽ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ക്ലാസ്സാണ് PSCകളിൽ ഏറ്റവും മുകളിലുള്ള ക്ലാസ്സാണ് ഏത്? ഏറ്റവും ഉയർന്ന ക്ലാസ്സാണ് സൂപ്പർ ഗ്രേഡ്. അപ്പോൾ ആ സൂപ്പർ ഗ്രേഡ് ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ഉള്ള, എത്ര ലോണുള്ള, എത്ര വർഷം പ്രോഫിറ്റായ ബാങ്കുകളാണ് സൂപ്പർ ഗ്രേഡിലേക്ക് വരിക, അല്ലെങ്കിൽ അതിന് താഴെയുള്ള സ്പെഷ്യൽ ഗ്രേഡിലേക്ക് വരിക, അതിന് താഴെയുള്ള ക്ലാസ് 1ലേക്ക് വരിക, അതിന് താഴെയുള്ള ക്ലാസ് 2ലേക്ക് വരിക എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു നോംസ് ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ട ക്ലാസിഫിക്കേഷൻ ഒന്ന് നമ്മൾ കണ്ടത് ഇപ്പോൾ എന്താണ്? അപ്പൻഡിക്സ് 3ലെ ക്ലാസിഫിക്കേഷൻ കണ്ടു. മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് എന്താണ്? സൊസൈറ്റി ഓഡിറ്റ് നടത്തുമ്പോൾ ഓഡിറ്റർ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നു. A, B, C, D എന്ന് പറഞ്ഞ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റർ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നു. അടുത്തത് റൂൾ 15 പ്രകാരം റൂൾ 15 രജിസ്ട്രാർ
സംഘങ്ങളെ അവരുടെ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് ഒരു സംഘം മാർക്കറ്റിംഗ് സംഘമാണോ, ക്രെഡിറ്റ് സംഘമാണോ, അല്ലെ കൺസ്യൂമർ സംഘമാണോ, അങ്ങനെ 13 തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റൂൾ 13-15 പ്രകാരം എത്ര ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 13 തരം, 13 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 13 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്രെഡിറ്റ് സൊസൈറ്റി മുതൽ ഏറ്റവും അവസാനം മൾട്ടിപർപ്പസ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഏറ്റവും അവസാനം 13ാമത്തെ ക്ലാസിഫിക്കേഷൻ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനാണ്. അതായത് ഒന്നുകൂടെ പറയാം, അപ്പൻഡിക്സ് 3 പ്രകാരം സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള നോംസ് ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നു. ആ സംഘം ഗവൺമെൻറ് പറഞ്ഞിരിക്കും എത്ര ഡെപ്പോസിറ്റുള്ള, ഇത്ര ലോണുള്ള, ഇത്ര വർഷം പ്രോഫിറ്റായ സംഘങ്ങൾ ഇന്ന ക്ലാസ്സിൽ ഉൾപ്പെടും, ക്ലാസ് 1 ഉൾപ്പെടും, അല്ലെ 2 ഉൾപ്പെടും, അല്ലെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ഉൾപ്പെടും എന്നുള്ള നോംസ് പുറപ്പെടുവിക്കുന്നു. അതാത് സംഘങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കുന്നു. ഞങ്ങൾക്ക് ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, ഇത്ര ലോണുണ്ട്, ഇത്ര വർഷം പ്രോഫിറ്റാണ്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ക്ലാസ് 1 ഞങ്ങൾ അടുത്ത ക്ലാസ് 2 ഞങ്ങൾ അടുത്ത ക്ലാസ്സായ ക്ലാസ് 1 ഞങ്ങളെ അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെ മാറ്റിത്തരണം എന്ന് അപേക്ഷ ജോയിൻ്റ് രജിസ്ട്രാർക്ക് അത് ജില്ലാ അധികാരിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ സംഘത്തെ അതിനുള്ള അനുമതി കൊടുക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ അപ്പോൾ ആ സംഘത്തിൻ്റെ ക്ലാസ് മാറുന്നു, ഏത് ക്ലാസ് ആണെന്നുള്ളത്. ഇനി ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുമ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ABCD എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഓഡിറ്ററാണ്. ഓഡിറ്ററാണ്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ എന്ന പേര് കേട്ടോണ്ട് ഒരിടത്ത് മാത്രമേ ക്ലാസിഫിക്കേഷൻ എന്നുള്ളതെന്ന് ധരിക്കേണ്ട, പലയിടത്തുണ്ട്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. റൂൾ 15 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് നടത്തുന്നത് രജിസ്ട്രാറാണ്. അതായത് റൂൾ 15 പ്രകാരം നടത്തുന്ന ക്ലാസിഫിക്കേഷൻ നടത്തുന്ന രജിസ്ട്രാറാണ്. റൂൾ 15 പ്രകാരം സംഘങ്ങളെ പല ടൈപ്പായിട്ട്, അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘങ്ങളെ പല ടൈപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. ക്ലാസ് 13 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ ക്രെഡിറ്റ് സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഏറ്റവും അവസാനത്തെ 13ാമത്തേത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അങ്ങനെ റൂൾ 15 പ്രകാരം സംഘങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ രജിസ്ട്രാറാണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഓഡിറ്ററാണ്. ഓക്കെ, ഇതാണ് അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3. അപ്പൻഡിക്സ് 1 എന്താണ്? കോപ്പറേറ്റീവ് യൂണിയൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകൾ. അപ്പൻഡിക്സ് 2 ഫോംസ്, രജിസ്ട്രാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫോംസ്. അപ്പൻഡിക്സ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ എന്നതാണ്. അടുത്തത്, ഈ KCS ആക്ട് പലതവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന മേജറായിട്ട് നടന്ന അമെൻമെൻ്റ് ആണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന മേജർ അമെൻമെൻറ്റിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ, ആ ആക്ടിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023. ആ ആക്ടിൻ്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്പർ 9 ഓഫ് 2024. അതായത് നമ്മൾ KCS ആക്ടിൻ്റെ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ 21 ആണെന്ന് പറഞ്ഞിരുന്നു. 21. അതുപോലെ ഇപ്പോൾ നടന്നിരിക്കുന്ന KCS കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023. KCS ആക്ട് അല്ലെങ്കിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെൻമെൻറ്റ് ആക്ട് 2023 അമെൻമെൻറ്റ് ആക്ട് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്പർ 9 ആണ്. ആക്ട് 9 ഓഫ് 2024 9ാം നമ്പർ നിയമം എന്നാണ് അർത്ഥം. അത് കെയിം ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ വിത്ത് എഫക്റ്റ് വന്നു. എന്ന് മുതൽ നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 7/6/2024 മുതൽ അത് നിലവിൽ വന്നു. അപ്പോൾ KCS ഈ ഏറ്റവും അവസാനം നടന്ന മേജർ അമെൻമെൻറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ KCS അമെൻമെൻറ്റ് ആക്ട് 2023. അതിന് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ
9 ഓഫ് 2024, അതായത് 2024 9ാം നമ്പർ നിയമം അത് എന്ന് മുതൽ വിത്ത് എഫക്റ്റായി അല്ലെ കെയിം ഇൻ ടു ഫോഴ്സ് ആയി അല്ലെ എന്ന് മുതൽ അത് നടപ്പിലായി എന്ന് പറയുന്നത് നിലവിൽ വന്നു വന്ന ഡേറ്റ് 7/6/2024. ഇതാണ് നമുക്കൊരു കുറച്ച് അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രിയാമ്പിള് enacted in the 19th year of the റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. അതായത് 1969 KCS ആക്ട് വന്നത്. അപ്പോൾ റിപ്പബ്ലിക് ആയി 19ാമത്തെ വർഷമാണ് പ്രിയാമ്പിള് കൊണ്ടുവന്നത്. 19ാമത്തെ വർഷമാണ് പ്രിയാമ്പിള് എനാക്ട് ചെയ്തത്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. റിപ്പബ്ലിക്കായി എത്രാമത്തെ വർഷമെന്ന് ചോദിച്ചാൽ 19ാമത്തെ വർഷമാണ്. പ്രിയാമ്പിള് 2 തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 2000-ലും 2010-ലും അമെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രിയാമ്പിള് 2000-ലും 2010-ലും അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 19th ഇയർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ റിപ്പബ്ലിക്കായി 19ാമത്തെ വർഷമാണ് പ്രിയാമ്പിൾ എനാക്ട് ചെയ്തത്. പ്രിയാമ്പിള് 2000-ലും 2010-ലും അമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. പ്രിലിമിനറി ആക്ടിലെ ആദ്യത്തെ ചാപ്റ്ററാണ്, ഫസ്റ്റ് ചാപ്റ്ററാണ് പ്രിലിമിനറി എന്ന് പറയുന്നത്. പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് സെക്ഷൻ 1 മുതൽ 2 വരെയാണ്. സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെക്ഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. സെക്ഷൻ 1 എന്താണ്? ഷോർട്ട് ടൈറ്റിലെ എക്സ്റ്റെൻഡ് കമൻസ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 1-ലാണ്. അതായത് ഷോർട്ട് ടൈറ്റിൽ എന്താണ്? KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്നാണ്. അതായത് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ KCS എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് ആരും വിചാരിക്കരുത്, അത് തെറ്റാണ്. അങ്ങനെ ഓപ്ഷൻ തന്നാൽ അത് തെറ്റാണ്. ഇനി KCS ചുരുക്കപ്പേരാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇതിൻ്റെ എക്സ്റ്റെൻഡ് എന്താണ്? എക്സ്റ്റെൻഡ് എൻ്റയർ സ്റ്റേറ്റ്, ഈ കേരള സംസ്ഥാനം മുഴുവനാണ് അതിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ. അത് കമൻസ് ചെയ്തത് എന്നാണ് എന്ന് മുതലാണ് KCS ആക്ട് കമൻസ് ചെയ്തത്. KCS ആക്ട് കമൻസ്ഡ് ഫോഴ്സ് ഓൺ 15/5/1969-ലാണ്. 15/5/1969-ലാണ് KCS ആക്ട് നിലവിൽ വന്നത്. 15/5/1969-ലാണ് KCS ആക്ട് നിലവിൽ വന്നത്. ഈ ആക്ട് 15/5/1969 നിലവിൽ വന്നു. എന്നാൽ റൂള് വന്നത് 14/1969-ലാണ്. 14/7/1969 അല്ലെ 14 ജൂലൈ 1969, 14/7/1969 അല്ലെങ്കിൽ 14 ജൂലൈ 1969-ലാണ് KCS റൂള് നിലവിൽ വന്നത്. എന്നാൽ റൂളിലെ ചാപ്റ്റർ 15 ഉണ്ട്. റൂളിലെ ചാപ്റ്റർ 15 എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ചാപ്റ്റർ 15 നിലവിൽ വന്നത് 1969-ലല്ല, അത് 1/1/1974-ലാണ്. 1/1/1974-ലാണ് KCS ആക്ടിലെ KCS റൂളിലെ ചാപ്റ്റർ 15 നിലവിൽ വന്നത്. അത് 1/1/1974-ലാണ്. റൂള് നിലവിൽ വന്നത് 14/7/1969-ലാണ്. KCS റൂളിലെ 15ാമത്തെ ചാപ്റ്റർ നിലവിൽ വന്നത് 1/1/1974-ലാണ്. KCS ആക്ട് നിലവിൽ വന്നതോ 15/5/1969. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഇനി സെക്ഷൻ 2 ഡെഫിനിഷനിലും സെക്ഷൻ 2 എന്ന് പറയുന്ന റൂളിലും ഡെഫിനിഷനിലും സെക്ഷൻ 2 ഡെഫിനിഷനാണ്. റൂൾ 2-ലും ഡെഫിനിഷനുണ്ട്. റൂൾ 2-ൽ കുറച്ച് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നു, സെക്ഷൻ 2-ലും കുറച്ച് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ചില പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ എല്ലാ ഡെഫിനിഷനും നമ്മൾ മനസ്സിലാക്കി വെക്കണമെന്നില്ല. ഏറ്റവും ചോദിക്കാവുന്ന സാധ്യതയുള്ള ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്? സെക്ഷൻ 2-ൻ്റെ ഹെഡിങ് ഡെഫിനിഷനാണ്, റൂൾ 2-ൻ്റെ ഹെഡിങ് ഡെഫിനിഷനാണ്. ഈ സെക്ഷൻ 2-ലും റൂൾ 2-ലും ചില ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നു. ആ ഡെഫിനിഷൻസ് നമുക്ക് പരീക്ഷ ചോദിക്കാം. ആ ഡെഫിനിഷനായിട്ട് ചോദിക്കാം, അതിനകത്തെ പാർട്ടായിട്ട് ചോദിക്കാം, അതിനകത്ത് ഏതെങ്കിലും ഭാഗങ്ങൾ അടർത്തി നമുക്ക്
ചോദിക്കാം. ഒരു ഡെഫിനേഷൻ പഠിക്കാം. അപ്പെക്സ് സൊസൈറ്റി. എന്താണ് അപ്പെക്സ് സൊസൈറ്റി? എന്താണ് അപ്പെക്സ് സൊസൈറ്റി? ഒരു സംഘം അപ്പെക്സ് സൊസൈറ്റി, ഉദാഹരണം പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ സ്റ്റേറ്റ് ആയിരിക്കണം, എൻ്റെ സ്റ്റേറ്റ് ആയിരിക്കണം ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഏരിയ ഓഫ് ഓപ്പറേഷൻ അതിൻ്റെ പ്രവർത്തന പരിധി എന്താണ്? ഈ സംസ്ഥാനം ഒട്ടാകെ ആയിരിക്കണം. ഈ സംസ്ഥാനം, കേരള സംസ്ഥാനം ഒട്ടാകെ ആയിരിക്കണം അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ആ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആരാണ്? അതർ സൊസൈറ്റീസ് അല്ലെങ്കിൽ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്റ്റ് ഡിക്ലെയർഡ് ബൈ രജിസ്ട്രാർ. അതായത് ഈ അപ്പെക്സ് സൊസൈറ്റിയുടെ മെമ്പർമാർ മറ്റ് സംഘങ്ങളാവണം. എങ്ങനെയുള്ള സംഘങ്ങളാവണം? വിത്ത് സിമിലർ ഒബ്ജക്റ്റ്. അതായത് ഈ അപ്പെക്സ് സൊസൈറ്റിയുടെ അതേ ഒബ്ജക്റ്റുള്ള, അതേ ലക്ഷ്യമുള്ള മറ്റ് സംഘങ്ങളാണ് അപ്പെക്സ് സൊസൈറ്റിയുടെ മെമ്പർമാർ. ആര് ഡിക്ലെയർ ചെയ്തിരിക്കണം? രജിസ്ട്രാർ ഡിക്ലെയർ ചെയ്തിരിക്കണം. അതായത് അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയുടെ ഹോൾ ഓഫ് ഏരിയ ഓപ്പറേഷൻ എങ്ങനെയാവണം? ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ആവണം ഏരിയ ഓപ്പറേഷൻ. മെമ്പേഴ്സ് ആരാണ്? അതർ സൊസൈറ്റീസ് ആവണം. അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്റ്റ്. അതായത് അപ്പെക്സ് സൊസൈറ്റിയുടെ അതേ ലക്ഷ്യമുള്ള അതേ ഒബ്ജക്റ്റുള്ള മറ്റ് സംഘങ്ങൾ, അത് രജിസ്ട്രാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. രജിസ്ട്രാർ ഡിക്ലെയർ ചെയ്തിട്ടുള്ള മറ്റ് സംഘങ്ങളാണ് അപ്പെക്സ് സൊസൈറ്റികളുടെ മെമ്പർമാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് വിചാരിക്കണം? അതർ സൊസൈറ്റീസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വിത്ത് സിമിലർ ഒബ്ജക്റ്റ്, പിന്നെ എന്തും വേണം? ഡിക്ലെയർഡ് ബൈ രജിസ്ട്രാർ എന്നും വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലേ അപ്പെക്സ് സൊസൈറ്റി ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 2-3-4 കാര്യങ്ങളുണ്ട്. അതിൽ 2-3 കാര്യമുണ്ട്, അതാണ് പറഞ്ഞത്. ഒന്നെന്താണ്? ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഏരിയ ഓപ്പറേഷൻ ആവണം. അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്റ്റ് ആയിരിക്കണം അവരുടെ മെമ്പർമാർ. രജിസ്ട്രാർ ഡിക്ലെയർ ചെയ്തിരിക്കണം. അങ്ങനെ ആ 3 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ അപ്പെക്സ് സൊസൈറ്റി എന്താണെന്ന് ചോദിക്കാം. ആ പരീക്ഷ ചോദിക്കും. താഴെ ചോദിക്കുന്നതിൽ അപ്പെക്സ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റിൽ, അല്ലെ അപ്പെക്സ് സൊസൈറ്റി എന്ന ഡെഫിനിഷനിൽ, അല്ലെ അപ്പെക്സ് സൊസൈറ്റിയുമായി ബന്ധമുള്ളത് ഏത്, ബന്ധമില്ലാത്ത ഏത്, സ്റ്റേറ്റ് ഏരിയ ഓപ്പറേഷൻ, ഡിസ്ട്രിക്ട് ഏരിയ ഓപ്പറേഷൻ, അങ്ങനെ ചോദിക്കാം. മറ്റു വേറെ 2 ഓപ്ഷൻ കൂടെ കൊടുക്കുക. അപ്പോൾ എന്താണ്? നമുക്ക് സ്റ്റേറ്റ് ആണോ ഏരിയ ഓപ്പറേഷൻ എന്ന് ചോദിക്കാം. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് ആ രീതിയിലൊക്കെ വരാം. അടുത്തത് എന്താണ്? അസിസ്റ്റഡ് സൊസൈറ്റി. എന്താണ് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് അസിസ്റ്റൻസ് കിട്ടുക. അതായത് ഗവൺമെൻറ്റിൻ്റെ സഹായം, ഏത് രീതിയിലുള്ള സാമ്പത്തിക സഹായം, അത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന ഏത് സൊസൈറ്റിയും അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് വിളിക്കാം. അത് ഗ്രാൻഡ് ആവാം, അലവൻസ് ആവാം, ഫണ്ട് ആവാം, ഇങ്ങനെ ഏത് രീതിയിലുള്ള സഹായം ലഭിച്ചാലും, ലോൺ ആവാം, ഡെപ്പോസിറ്റ് ആവാം, അങ്ങനെ ഏത് രീതിയിലുള്ള സഹായം ലഭിച്ചാലും അത്തരം സഹായങ്ങൾ കിട്ടുന്ന സംഘങ്ങളെ അസിസ്റ്റഡ് സൊസൈറ്റികൾ എന്നാണ് വിളിക്കുന്നത്. അത് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം, എങ്ങനെയാവാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് ഇത് പ്രയോജനമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.